എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു വലിയ ആഗോള പ്രസ്ഥാനത്തെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ അവരുടെ പുസ്തകങ്ങളോ പ്രസംഗങ്ങളോ ഒന്നും നോക്കാൻ പോകുന്നില്ല. പകരം അവരുടെ വെബ്സൈറ്റ്, അതായത് അവരുടെ ഡിജിറ്റൽ ലോകം ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാൻ പോകുകയാണ്. ഒരു വെബ്സൈറ്റിന് ഒരു സംഘടനയുടെ ആശയങ്ങളെപ്പറ്റിയും ലക്ഷ്യങ്ങളെപ്പറ്റിയും എന്തൊക്കെ പറഞ്ഞു തരാൻ പറ്റും? ശരിക്കും കൗതുകമുള്ള കാര്യമല്ലേ? വാ, നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? എന്താണ് ഈ യുഗ പുനർനിർമ്മാണ പ്രസ്ഥാനം എന്ന് പറയുന്നത്? അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗൗരവമില്ലേ? യുഗനിർമ്മാണ യോജന, അതായത് ഒരു കാലഘട്ടത്തെ മൊത്തത്തിൽ പുനർനിർമ്മിക്കാനുള്ളൊരു പദ്ധതി. ഇതൊരു ചെറിയ കാര്യമല്ല അല്ലേ? ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ മാത്രമല്ല, ഒരു യുഗത്തെ തന്നെ മാറ്റിമറിക്കാനാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഘടന എന്തായിരിക്കും? എങ്ങനെയാണ് ഇത്രയും വലിയൊരു കാര്യം അവർ സാധിക്കാൻ നോക്കുന്നത്? ഓക്കെ, അപ്പോ ഈ വലിയൊരു ആശയത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ നമ്മൾ അവരുടെ ഡിജിറ്റൽ ഫുട്പ്രിന്റ്സ് ഒന്ന് പിന്തുടരാൻ പോകുകയാണ്. അവരുടെ വെബ്സൈറ്റ് തന്നെ നമുക്കൊരു വഴികാട്ടിയായി മുന്നിലുണ്ട്. അപ്പോ ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാം ഹൃദയം എന്ന് പറയാവുന്നത് ശാന്തികുഞ്ചാണ്. ഇതാണ് അതിന്റെ ഉറവിടം. എല്ലാ ആശയങ്ങളും ചിന്തകളുമൊക്കെ ഒഴുകി വരുന്നത് ഇവിടെ നിന്നാണ്. ഇനി സ്ക്രീനിലേക്ക് നോക്കൂ. ഇത് അവരുടെ തന്നെ വാക്കുകളാണ്. വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ ഇതിലുണ്ട്. ഉറവിടം, ധാർമ്മിക ആത്മീയ പുനരുജ്ജീവനം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവർ സ്വയം എങ്ങനെയാണ് കാണുന്നതെന്ന്. അവരുടെ കാഴ്ചപ്പാടിൽ ഒരു യുഗത്തെ പുനർനിർമ്മിക്കണമെങ്കിൽ അതിന്റെ തുടക്കം വ്യക്തികളിൽ നിന്ന്, അതായത് ധാർമ്മികവും ആത്മീയവുമായ ഒരു മാറ്റത്തിൽ നിന്നായിരിക്കണം. അപ്പോ ശാന്തികുഞ്ചിൽ നിന്ന് തുടങ്ങുന്ന ഈ യാത്ര മനുഷ്യജീവിതത്തിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നുണ്ട്. ഇതൊരു വെറും ആത്മീയ വഴി മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെ നമുക്ക് പിന്തുടരാൻ കഴിയുന്ന ഒരു കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ്, ഒരു സമ്പൂർണ്ണ രൂപരേഖയാണ് അവർ നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ രൂപരേഖയുടെ ആദ്യത്തെ തൂണ് അല്ലെങ്കിൽ ഫസ്റ്റ് പില്ലർ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുമാണ്. അതായത് എല്ലാം തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്. കണ്ടില്ലേ? വ്യക്തിഗത പരിവർത്തനം, ഇച്ഛാശക്തി, സ്ട്രെസ് മാനേജ്മെന്റ്, ഇതിനെല്ലാമാണ് ഊന്നൽ. വെറുതെ കുറെ തത്വങ്ങൾ പറയുകയല്ല. അവരുടെ സാഹിത്യം മുഴുവൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ നിറയെ. അപ്പോ വ്യക്തികൾ നന്നായാൽ സ്വാഭാവികമായും അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഒരു നല്ല സമൂഹം, അല്ലേ? അതാണ് അവരുടെ രണ്ടാമത്തെ തൂൺ. അതുകൊണ്ട് തന്നെയാണ് കുടുംബബന്ധങ്ങൾ, സാമൂഹിക ഉന്നമനം, സ്ത്രീ ശാക്തീകരണം ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്നത്. വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക്. ഇനി മൂന്നാമത്തെ തൂണിലേക്കാണ് നമ്മൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. നോക്കൂ, ശാസ്ത്രവും ആത്മീയതയും. പഴയ കാലത്തെ ഭാരതീയ ജ്ഞാനവും ഇന്നത്തെ മോഡേൺ സയൻസും തമ്മിലൊരു പാലം പണിയാനുള്ള ശ്രമമാണിത്. പലരും ആത്മീയതയെയും ശാസ്ത്രത്തെയും രണ്ടായിട്ടാണ് കാണുന്നത്, ചിലപ്പോൾ ശത്രുക്കളെപ്പോലെ. പക്ഷെ ഇവരങ്ങനെയല്ല. ഒരേ സത്യത്തിലേക്ക് നയിക്കുന്ന രണ്ട് വഴികളായിട്ടാണ് ഇവരിതിനെ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, വ്യക്തിയിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലേക്കും വിശ്വാസത്തിൽ നിന്ന് ശാസ്ത്രത്തിലേക്കും, അങ്ങനെ എല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു വലിയൊരു ക്യാൻവാസാണ് ഇവരുടേത്. ഈ രൂപരേഖ വളരെ സമഗ്രമാണ്. പക്ഷെ അടുത്ത ചോദ്യം ഇതാണ്: ഇത്രയും വലിയൊരാശയം ഇതെങ്ങനെയാണ് ലോകം മുഴുവൻ എത്തുന്നത്? അതിനവർ എന്ത് മാർഗമാണ് ഉപയോഗിക്കുന്നത്? വാ, നമുക്ക് നോക്കാം. അപ്പോ നമുക്കിനി അവരുടെ കമ്മ്യൂണിക്കേഷൻ രീതികളെപ്പറ്റി സംസാരിക്കാം. അതായത് ഈ ആശയങ്ങൾ എങ്ങനെയാണ് ആളുകളിലേക്കെത്തുന്നത്? അച്ചടിച്ച വാക്കുകളിൽ നിന്ന് ഡിജിറ്റൽ ലോകത്തേക്കുള്ള അവരുടെ യാത്ര നമുക്കൊന്നു നോക്കാം. അവരുടെ ഒരു രീതി നോക്കൂ. ഒരു വശത്ത് ഒരുപാട് കാലമായി പ്രസിദ്ധീകരിക്കുന്ന അഖണ്ഡജ്യോതി പോലുള്ള മാസികകൾ, ഒരുപാട് പുസ്തകങ്ങൾ. ഇതൊക്കെ പഴയ തലമുറയ്ക്ക് വളരെ പരിചിതമാണ്. മറുവശത്തോ ഇന്നത്തെ കാലത്തിനനുസരിച്ച് വാർത്തകൾ, ബ്ലോഗുകൾ, ഓൺലൈൻ കണ്ടന്റ്. അപ്പൊ പുതിയ തലമുറയും അവരൊപ്പം കൂട്ടുന്നു. പാരമ്പര്യത്തെ വിടാതെ തന്നെ പുതിയ സാങ്കേതികവിദ്യയെ കൂട്ടുപിടിക്കുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജിയാണിതല്ലേ? ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു യുഗം നിർമ്മിക്കണമെങ്കിൽ വെറുതെ വായിച്ചിരുന്നാൽ മാത്രം പോരല്ലോ, പ്രവർത്തിക്കുകയും വേണ്ടേ? അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം വെറുതെ അറിവ് നൽകി മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. പകരം എല്ലാവരെയും ഈ നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാകാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ നോക്കൂ, ഞങ്ങളോടൊപ്പം ചേരൂ, ഞങ്ങൾക്കെഴുതൂ, പരിശീലനത്തിന് വരൂ. ഇതൊക്കെ വെബ്സൈറ്റിലെ വെറും ലിങ്കുകളായി കാണരുത്. ഇതൊരു തുറന്ന ക്ഷണമാണ്. നിങ്ങളും ഇതിൽ പങ്കാളിയാകൂ എന്നൊരു ആഹ്വാനം. അതായത് ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല, ഇതൊരു കാഴ്ചക്കാരുടെ കൂട്ടമല്ല, മറിച്ച്
എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് എന്ന് അവരിതിലൂടെ വ്യക്തമാക്കുകയാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലാണ് എത്തിനിൽക്കുന്നത്. ഇന്നത്തെ കാലം എങ്ങനെയുള്ളതാണ്? എല്ലാവരും സ്വന്തം കാര്യങ്ങൾ, സ്വന്തം വിജയങ്ങൾ, ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകമല്ലേ? അങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഒരു യുഗത്തെ മുഴുവൻ ഒന്നിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ഇത്തരം വലിയ കൂട്ടായ ശ്രമങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു വെബ്സൈറ്റിലൂടെ ലോകത്തെ മുഴുവൻ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ആശയത്തിന് ശരിക്കും ഒരു ഭാവിയുണ്ടോ? ഇതൊരു ചിന്തിക്കേണ്ട ചോദ്യമാണ്.